ഹായ് ഓൾ, നമ്മളിന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിലെ സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ റിവിഷനാണ്. നമ്മൾ ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ, കുറേ കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കേടാ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. 2 കാര്യങ്ങളാണ് നമ്മൾ ആകെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് നമ്മൾക്ക് ബേസിക്കലി സർക്കിൾ എന്താ, ഒരു വട്ടാണ് അല്ലേ. ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടാണ്. ഈ വട്ടത്തിൽ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ഒരു വട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സെൻറ്ററിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊരു റേഡിയസ് എടുത്തും കൊണ്ട്, അല്ലെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയസ് എടുത്തും കൊണ്ട്, ഇപ്പം നമ്മളൊരു 2 സെൻറ്റിമീറ്റർ ആണ് നമ്മളൊരു റേഡിയസ് കോമ്പോസിൽ മെഷർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ എന്ത് ചെയ്യൂടാ, ഒരു ഇങ്ങനെ വട്ടം വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ബേസിക്കലി നമുക്കെന്ന് പറയുന്നത് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ 2 കാര്യങ്ങളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒന്ന്, എക്സാമിന് നമ്മളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയയാണ്. ഒന്ന് നമുക്ക് എക്സാമിന് ചോദിക്കുക ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പളവ്. മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പളവാണ്. അപ്പോൾ ഏരിയ കാണാൻ എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല എല്ലാ ആളുകളും പഠിച്ചിരിക്കുക, πr² ആണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഫോർമുല കാണാപാഠം പഠിക്കുക. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താടാ, πr² ആണ്. πr² ആണ്. ഓക്കെ, ഇനി ഇതാണ് ഒരു കേസ്. ഇനി രണ്ടാമത് എക്സാമിന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കേസാണ് പറയുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുക. ഒന്ന്, സർക്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയണടാ, πr² എന്ന് പറയുന്ന ഫോർമുല നമുക്ക് അറിയണം. ഇനി രണ്ടാമത് നമ്മൾ അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്നാ. എന്താടാ, സർക്കംഫറൻസ് അല്ലേ, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ, അതായത് സർക്കിളിന്റെ ചുറ്റളവ്. സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് നമ്മുടെ സർക്കിൾ അല്ലെ, ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിന്റെ ചുറ്റളവ് എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണടാ, കാണണം. ആ സർക്കിളിന്റെ ചുറ്റളവ് എത്രയായിരിക്കണം കാണുമെന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു ചെറിയൊരു ഫോർമുല ഉള്ളൂ. വളരെ സിമ്പിളാണ്. 2πr എന്ന് പറയുന്ന ഫോർമുല ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, 2πr. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ, വരുന്ന എക്സാമിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ഫുള്ള് കിട്ടുമോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താണ്, സർക്കിളിൽ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്, πr² ബൈഹാർട്ട് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ എന്ത് ബൈഹാർട്ട് ചെയ്യണം, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ, സർക്കിളിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്താടാ, 2πr. ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇനി ചെറിയൊരു കാര്യം കൂടി ടിപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. അത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ യൂണിറ്റുകൾ നിങ്ങൾ എപ്പോഴും എക്സാമിന് എഴുതണം. പലപ്പോഴും കുട്ടികൾ യൂണിറ്റ് എഴുതാണ്ട് ഫുൾ മാർക്ക് കിട്ടാറില്ല. വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്ക് നിങ്ങൾ നോക്കിയൊക്കെ, ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്, സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്പറുകളെ നമ്മൾ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. പൈയും കോൺസ്റ്റന്റ് ആണ്, കാരണം പൈയുടെ വാല്യൂ 3.14 എന്നാണ്. 3.14 അല്ലെ, ട്രൈമില്യൺ ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ 3.14 അറ്റ്ലീസ്റ്റ് അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ അപ്പോൾ ഇത് 2 കോൺസ്റ്റന്റ്. അപ്പോൾ റേഡിയസ് മാത്രമേ നമുക്ക് ഒരു അളവായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും സെന്റിമീറ്ററിലാണ് തരിക. അപ്പോൾ ആകെ ഒരു സെന്റിമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന വാല്യൂന്റെ യൂണിറ്റ് എന്തായിരിക്കും, സെന്റിമീറ്റർ ആയിരിക്കും. കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും, ഒരു സെന്റിമീറ്ററിലായിരിക്കും ആൻസർ എന്നുള്ളത് നമ്മൾ ലോജിക്ക് ഓർത്ത് വെക്കുക. ഏതിന്, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ സർക്കിളിന്റെ ചുറ്റളവ് കാണുന്നത്. ഇനി മറിച്ച് നിങ്ങളോട് ചോദിച്ചത് ഏരിയ ഓഫ് സർക്കിൾ ആണ് അല്ലെങ്കിൽ സർക്കിളിന്റെ പരപ്പളവാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ കാണാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ പൈ കോൺസ്റ്റന്റാ അല്ലെ, കോൺസ്റ്റന്റ്. r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി r × r ആണ് അല്ലെ. റേഡിയസ് × റേഡിയസ് ആണ് എന്ത്, r² എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഡിയസിന്റെ യൂണിറ്റ് എന്താ, സെന്റിമീറ്റർ ആണ്. അടുത്ത യൂണിറ്റ് എന്താടാ, അതും സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 2 സെന്റിമീറ്ററുകൾ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ സെന്റിമീറ്ററിന്റെ സെന്റിമീറ്റർ അല്ലേ, നമ്മൾ x ആണെങ്കിൽ സെന്റിമീറ്ററിന്റെ സെന്റിമീറ്റർ എന്താകൂടാ, സെന്റിമീറ്റർ എന്തായിരിക്കൂടാ, സ്ക്വയർ ആയിരിക്കും വാല്യൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പോൾ 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, സർക്കിളിന്റെ ഏരിയ എന്താണ്, സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ സർക്കിളിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ πr². കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞോ, സർക്കിളിന്റെ ഏരിയ എന്താ, πr² ആണ്. രണ്ടാമത്തെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ സർക്കിളിന്റെ ചുറ്റളവ്. മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ എഴുതി നോക്കണം കേട്ടോ. 2ലും നമ്മൾ 2 മീഡിയത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോക്കുക.
ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഷോൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന വൃത്തങ്ങളുടെ എല്ലാം ചുറ്റളവ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് ചോദിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാവരും ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങനെ പതറേണ്ട ആവശ്യമില്ല. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. എന്താ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ എന്നാണ് അല്ലെ. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ചുറ്റളവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ ചുറ്റളവിന്റെ ഫോർമുല ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. എന്താണ് നമ്മളെ ചുറ്റളവിന്റെ ഫോർമുല? 2πr ആണ് നമ്മൾ എന്ത് ഫോർമുല. അപ്പൊ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫോർമുല എന്താണ്? ചുറ്റളവ് കാണാൻ 2πr ആണ്. ഇനി ആകെ നിങ്ങൾ എന്തേ കാണുള്ളൂ? ഈ r എന്താണ് അല്ലെങ്കിൽ റേഡിയസ് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാ റേഡിയസ് കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും നമ്മൾ റേഡിയസ് കാണുന്നത്. ഇപ്പോ ഇവിടെ നമുക്ക് കണ്ട വലിയ വൃത്തായിട്ടുള്ള ഈ വലിയ സർക്കിളിന്റെയാണ് കാണേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു 6 വശമുള്ള ഒരു അല്ലെ 6 വശം അല്ലെ കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 ഹെക്സഗൺ എന്ന് പറയും അല്ലെ. 6 വശമുള്ള ഒരു പോളിഗൺ എന്ന് പറയും അല്ലെ. ഒരു ബഹുഭുജം അല്ലെ. ഒരു ബഹുഭുജം നമുക്ക് തന്നിട്ടുണ്ട് 6 വശമുള്ള. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒരു സൈഡ് ഇവർ ക്വസ്റ്റ്യനിൽ 2 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഒന്ന് കൺസ്ട്രക്ഷൻ പർപ്പസ് ആയിട്ട് നമുക്ക് ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ ഇതിന് ഞാൻ ഡയഗണൽസുകളൊക്കെ ഞാൻ മൂലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം? യോജിപ്പിക്കുകയാണ്. എന്താ കറക്റ്റ് ഓർഡറിലാണ് യോജിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എനിക്ക് കിട്ടും. സെന്റർ കിട്ടും. സെന്ററിന് ഞാൻ ചുമ്മാ ഒരു O എന്ന് പേര് കൊടുത്തു. ഇഷ്ടമുള്ള ലെറ്റർ ഒക്കെ കൊടുക്കും. ലെറ്റർ ഒന്നും പ്രാധാന്യമില്ല. ചുമ്മാ ഒരു O എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് മാത്രം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. ഒബ്വിയസ്ലി ഇത് 2 ആണ്. ഇതും എന്തിനാടാ 2 ആണ്. ഇതും 2 ആണ്. അതായത് ഒരു ഹെക്സഗണ്ട് നമ്മൾ ഇതുപോലെ ഡയഗണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലെങ്ത്തുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ബേസ് അറിയേണ്ടത് എന്താ വെച്ചാൽ ഈ വലിയ വൃത്തത്തിന്റെ റേഡിയസ് അല്ലേ നമുക്ക് അറിയേണ്ടുള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? ഈ സർക്കിളിന് ഒന്നുകിൽ ഇങ്ങോട്ടോ വൃത്തത്തിന്റെ എങ്ങോട്ടോ വരക്കുന്ന അല്ലെ. എങ്ങോട്ടോ വൃത്തത്തിലെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലെങ്ത് 2 ആണെങ്കിൽ ഈ ലെങ്ത് 2 ഈ ലെങ്ത് 2. അപ്പൊ ബേസിക്കലി നമുക്ക് കിട്ടി റേഡിയസ് എന്ന് പറയുന്നത് എത്രയാടാ? നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടി. എന്തുകൊണ്ടാണ് ഇവിടെ റേഡിയസ് 2 ആയത് എന്നുള്ളത് ക്വസ്റ്റ്യനിലെ ആൻസറിൽ എഴുതി വെക്കണം. കാരണം ഇതെന്താടാ? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതെ, മൂന്നും എന്താടാ? സെയിം ആണ്. അതുകൊണ്ട് ഇവിടുത്തെ റേഡിയസ് അല്ലെ എന്താ പറയാ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് എക്സാമിന്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഡിയസ് എത്രയാടാ? നമുക്ക് 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ, കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക 2πr. നമ്മളെ ഇക്വേഷൻ എന്താടാ? സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അല്ലേ. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ നിങ്ങൾ എഴുതിക്കോട്ടെ, കൂടെ തന്നെ എഴുതിക്കോ. 2πr ആണ്. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ 2πr ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് മലയാളം മീഡിയം എഴുതിക്കോട്ടെ. വൃത്തത്തിന്റെ ചുറ്റളവ് ഈസ് ഈക്വൽ ടു 2πr ആണ്. സോ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റേഡിയസ് എത്രയാണ് നമുക്ക് കിട്ടിയുള്ളത്? 2 ആണ്. ഈ r-ന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ 2 ഉണ്ടടാ, ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 2 ഗുണിച്ചാൽ എത്ര ഇടാ? 2 × 2 എത്രടാ? 4π ആണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് എഴുതാൻ മറക്കരുത്. കാരണം ആകെ ഒരു റേഡിയസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ യൂണിറ്റ് എന്ത് മാത്രം എഴുതിയാൽ മതി? മെഷർ നമുക്ക് സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്താൽ മതി? സിംപ്ലി എന്ത് ചെയ്താൽ മതി? സെന്റിമീറ്റർ കൊടുത്താൽ മതി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി ആൻസർ എല്ലാവരും ഒന്ന് എഴുതാം. അപ്പൊ നോട്ട്ബുക്ക് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ എഴുതി പോവാം. ഇതേപോലെ നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നെ കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഷോൺ ബിലോ. ഇതിലും കാണേണ്ടത് എന്തിനാണ്? സർക്കംഫറൻസ് ഓഫ് സർക്കിൾ തന്നെയാണ്. സർക്കിൾ ഉണ്ടടാ, അതിന് ചുറ്റും ഉള്ള പിക്ചർ എന്താന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും. അതല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് 2 സാധ്യതയാണ് ഇതുള്ളത് അല്ലെ. ഒന്നുകിൽ എന്ത് വരാം? റെക്ടാങ്കിൾ വരാം, ചതുരം വരാം, അല്ലെങ്കിൽ എന്ത് വരാം? സ്ക്വയർ വരാം അല്ലെ, സമചതുരം വരാം. അപ്പൊ നമുക്കിത് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണ്? ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. 4 വശം തുല്യമാണ്. മിക്കവാറും ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. സ്ക്വയർ ആണെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാം ഇതെന്താണ്? ഓൾറെഡി സ്ക്വയർ ആണ്. സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം. സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും എന്താടാ? തുല്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ടാണ് ഇത് 2 സെന്റിമീറ്റർ ആയിരിക്കും, ഈ സൈഡ് 2 സെന്റിമീറ്റർ ആയിരിക്കും, ഈ സൈഡ് 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെയും നമുക്ക് കാണേണ്ട ലക്ഷ്യം എന്താണ്? സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാം. എല്ലാം എഴുതിക്കോ. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അല്ലെ. ഇക്വേഷൻ എന്താടാ? വൃത്തത്തിന്റെ ചുറ്റളവ് കേട്ടോ. മലയാളം മീഡിയം എഴുതിക്കോ. വൃത്തത്തിന്റെ ചുറ്റളവ് എന്താടാ? 2πr ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് 2πr എന്ന് ധൈര്യസമേതം എഴുതാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചത് കൊണ്ടാണ്. ഇനി
ആ 2πr നമുക്ക് ആവശ്യം എന്താണ്? r എന്ന് പറഞ്ഞ ഒരൊറ്റ ആളെ നമുക്ക് കിട്ടിയാൽ മതി. r വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുമോ നോക്കാം അല്ലേ. ഇപ്പൊ r കിട്ടുക എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ സർക്കിളിന്റെ സെന്റർ. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് മൂലകളെ നമുക്ക് അത് വെച്ചിട്ട് യോജിപ്പിക്കാം അല്ലേ. ഇത് മതി. ഇപ്പൊ ഇത് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ലെങ്ത് എത്ര കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലേ. ഇവിടുന്ന് ഈ ലെങ്ത് എത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയാലും മതി. ബോത്ത് ആർ സെയിം അല്ലെ. രണ്ടും എന്താണ്? ബേസിക്കലി റേഡിയസ് ആണ്. ഓക്കെ. പക്ഷേ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് രണ്ടും ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്, ഇത് നമുക്കൊരു ത്രികോണമായിട്ട് കൺസിഡർ ചെയ്യാം. ABC ഒരു ത്രികോണം നിങ്ങൾ കണ്ട ശ്രദ്ധിച്ചാ, ABC. ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്? 90 ഡിഗ്രി ത്രികോണം അല്ലെ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ. ഒരു മട്ട ത്രികോണാണ്. ഒരു 90 ഡിഗ്രി ത്രികോണാണ്. അപ്പൊ നമുക്കറിയാം, ഒരു 90 ഡിഗ്രി ത്രികോണത്തിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അത് അപ്ലൈ ചെയ്യുന്ന തിയറം ഏതാ? പറയാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? പൈതഗോറസ് തിയറം ആണ് അല്ലെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിയറാണ് പൈതഗോറസ് തിയറം. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പൈതഗോറസ് തിയറം ആണ്. പൈതഗോറസ് തിയറം എപ്പോഴും അപ്ലൈ ചെയ്യുക? അറ്റ്ലീസ്റ്റ് നമുക്ക് രണ്ട് സൈഡുകൾ നമുക്ക് തരണം. അത് ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കുഞ്ഞൻ സൈഡുകളാണ് നമുക്ക് ഉള്ളത് അല്ലെ. ഏറ്റവും നീളം കൂടിയ ഭാഗം ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ടല്ലേ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും എപ്പോഴും നീളം കൂടിയ ഭാഗം. അതിനെ ഹൈപ്പോട്ടിന്യൂസ് എന്നും കർണം എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ. അപ്പൊ എപ്പോഴും പൈതഗോറസ് തിയറം പറയുന്നതാണ്, ബ്യൂട്ടിഫുൾ തിയറം പൈതഗോറസ് പറയുന്നതാണ് ഏറ്റവും നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ. അപ്പൊ ഏറ്റവും നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ ഏതാടാ? ഇവിടെ നമുക്ക് AC നമുക്ക് എടുക്കാം അല്ലെ. AC എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത്? നീളം കൂടിയ ഭാഗം. അപ്പൊ AC സ്ക്വയർ ഈക്വൽ ടു സൗണ്ട് വർക്ക്. AC സ്ക്വയർ ഈക്വൽ ടു രണ്ട് ചെറിയ കഷ്ണങ്ങളുടെ സ്ക്വയർ. ഏതൊക്കെയാടാ? ഒന്ന് AB എന്ന് പറയുന്ന സ്ക്വയറും ഉണ്ട് അല്ലെ. AB എന്ന് പറയുന്ന സ്ക്വയറും ഉണ്ട്. അതുപോലെ പിന്നെ ചെറിയ കഷ്ണം ഏതാടാ? BC എന്ന് പറയുന്ന സ്ക്വയറും ഉണ്ട്. BC എന്ന് പറയുന്ന സ്ക്വയറും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? AC സ്ക്വയർ ഈക്വൽ ടു ഏറ്റവും രണ്ട് ചെറിയ കഷ്ണങ്ങൾ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഈ തിയറത്തിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൈതഗോറസ് തിയറം എന്ന്. അത് ആദ്യം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുക, ഏറ്റവും നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ. മോളെ സൗണ്ട് ഓർക്കും. AC സ്ക്വയർ ഈക്വൽ ടു ചെറിയ രണ്ട് കഷ്ണങ്ങളുടെ സ്ക്വയർ. ഏതൊക്കെ വരുടാ? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. പൈതഗോറസ് തിയറം. അപ്പൊ ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് അപ്പൊ എന്ത് കിട്ടും? ഇവിടെ AC കിട്ടും. അപ്പൊ AC ഇത്രയും വലിപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയെന്ന് ചോദിച്ചാൽ അതിന്റെ പകുതിയായിരിക്കും അല്ലെ. ഇത്രയും ലെങ്ത് കിട്ടി അതിന്റെ പകുതി പോരട്ടെ, നമുക്ക് റേഡിയസ് പോരെ. ഇവിടെ സർക്കിളിന്റെ റേഡിയസ് കാണല നമ്മളെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ ആ നീളം കൂടിയ ഭാഗത്തിന്റെ ആദ്യം AC നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പൈതഗോറസ് പ്രകാരം എഴുതുമ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതണം. ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. AC സ്ക്വയർ ഈക്വൽ ടു AB നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടായ 2 സ്ക്വയർ അല്ലെ. 2 AB 2 ആണ്, അതുകൊണ്ട് 2 സ്ക്വയർ. BC അതുപോലെ 2 ആണ്, 2 സ്ക്വയർ. അപ്പൊ AC സ്ക്വയർ നമുക്ക് എത്ര കിട്ടിയടാ? 4 പ്ലസ് 4 അല്ലെ. കാരണം എന്താ? 2 സ്ക്വയർ എത്രയാ? 4 ആണ്. 2 സ്ക്വയർ എത്രയാ? 4 ആണ്. അപ്പൊ AC സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? AC സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് കിട്ടും. നമ്മളിവിടെ പഠിക്കുന്നത് സ്ക്വയർ കളയാനൊരു വിദ്യ ഉണ്ട്. കാരണം നമുക്ക് വേണ്ടത് AC സ്ക്വയർ അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? AC കിട്ടിയിട്ട് അതിന്റെ പകുതി കാണും വേണം. അപ്പൊ AC സ്ക്വയറിനെ സ്ക്വയർ കളയാനുള്ള വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ചെയ്യാന്നുള്ളതാണ്. അറിയാത്തവർ പഠിക്കുക. രണ്ട് സൈഡിലും മാത്സിന്റെ റൂളാണ്, രണ്ട് സൈഡിലും എന്ത് ചെയ്യണടാ? നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ചെയ്യുക. അങ്ങനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? സ്ക്വയറും റൂട്ടും അല്ലെ. സ്ക്വയറും റൂട്ടും രണ്ട് സൈഡിലാണ് വെട്ടാൻ പോലെ അല്ലെ. സ്ക്വയറും റൂട്ട് ഇത് ഓർക്കുക. സ്ക്വയറും റൂട്ടും എപ്പോഴും കട്ടാവും. സ്ക്വയറും റൂട്ടും കട്ടായി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ആൻസർ എന്താടാ? AC സമം എന്ത് കിട്ടുമോടാ? റൂട്ട് 8 കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, സാറേ ഈ റൂട്ട് 8 നമുക്ക് പെർഫെക്റ്റ് റൂട്ട് അല്ല. ശരിക്കും നമുക്ക് ഇവിടെ ആൻസർ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റൂട്ട് 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സപ്പോസ് റൂട്ട് 9 റൂട്ട് 4, അപ്പൊ റൂട്ട് 4 വരികയാണെങ്കിൽ നമുക്കറിയാം 2 ആണ് ആൻസർ. റൂട്ട് 9 ആണെങ്കിൽ 3 ആണ്. റൂട്ട് 20 അല്ലെ റൂട്ട് 16 ആണെങ്കിൽ 4 ആണ്. റൂട്ട് 25 ആണെങ്കിൽ 5 ഒക്കെ ഉണ്ട്. പക്ഷെ റൂട്ട് 8 എന്തല്ല? ഒരു പെർഫെക്റ്റ് റൂട്ടല്ല. പക്ഷെ ചില പെർഫെക്റ്റ് റൂട്ടുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നും കൂടെ ചെറുതാക്കേണ്ടി വരും. ചില പെർഫെക്റ്റ് അല്ലാത്ത റൂട്ടുകളെ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കേണ്ടി വരും. അതെങ്ങനെ ചെറുതാക്കാം എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആണ് റൂട്ട് 8 ചെറുതാക്കണം എന്നുള്ളത്. ഇപ്പോൾ റൂട്ട് 8 നമുക്ക് എങ്ങനെ ചെറുതാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകളുടെ ഗുണനഫലമാണ് അല്ലെ. 4 × 2 4 × 2 എത്രയാടാ? 8 ആണ്. ഇതെല്ലാവരും നമുക്ക് 8 എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് നോക്കാം. പക്ഷെ നമ്മൾ രണ്ട് നമ്പറുകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് 4 × 2 8 എഗ്രി അല്ലേ. 4 × 2 8 എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ഒരു കുഴപ്പമില്ല സാറേ. പക്ഷേ
ഇങ്ങനെ എഴുതുമ്പോൾ ഒരു നമ്പറിന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടാവണം. കാരണം ഇവിടെ 4ന് പെർഫെക്റ്റ് റൂട്ടാണ്, 2ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ല. പക്ഷെ അത് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു നമ്പറിന് എന്തുണ്ടായാൽ മതി, പെർഫെക്റ്റ് റൂട്ട് ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ വരുവാ, √4 ഇൻറ്റു എന്ത് വരുവാ, √2 എന്ന് വരും. √4 പെർഫെക്റ്റ്, അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് വരും, 2√2 എന്ന് വരും. അപ്പൊ നമുക്കിവിടെ കിട്ടി ആൻസർ AC എന്ത് കിട്ടിയാടാ, AC ഈക്വൽ ടു അല്ലെ, നമ്മളിവിടെ AC നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലെ, AC ഈക്വൽ ടു അപ്പൊ നമുക്ക് AC-യുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടിയടാ, 2√2 എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ആൻസറിൽ നമ്മൾ എത്തി. അപ്പോൾ നിർബന്ധമായിട്ടും കുറെ കുട്ടികൾ ഡൗട്ടാണ്, സാർ അത് ഇങ്ങനെ എഴുതണം, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതാക്കണം. ഏതിനൊക്കെ ചെറുതാക്കണ്ട, ഇപ്പൊ √6 വന്നാലും നമ്മൾ ചെറുതാക്കണ്ട. കാരണം 2 നമ്പറിന്റെ ഗുണനഫലം √6 ഇപ്പൊ എന്താ എഴുതാൻ പറ്റുക, 2 × 3 എന്ന് എഴുതാൻ പറ്റുക അല്ലെ. ഈ 2 നമ്പറിനും എന്തില്ലടാ, പെർഫെക്റ്റ് റൂട്ട് ഇല്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് ചെറുതാക്കണ്ട. അതല്ലാത്ത കേസിൽ ഏതെങ്കിലും ഒരു നമ്പറിന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്തോളണം, ചെറുതാക്കിക്കൊള്ളണം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, AC-യുടെ ലെങ്ത് 2√2 കിട്ടി. നമുക്കറിയാം AC ആണ് നമുക്ക് കിട്ടിയത്. AC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലെ, വ്യാസം, ഏറ്റവും നീളം കൂടിയ ഭാഗമാണ്, വ്യാസമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതിന്റെ പകുതിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ പകുതി പറയാം. AC-യുടെ പകുതിയാണ് എന്ത്, റേഡിയസ്. അപ്പൊ റേഡിയസ് ഈക്വൽ ടു അല്ലെ, ആരം, മലയാളം മീഡിയം എഴുതിക്കോട്ടെ, ആരം ഈക്വൽ ടു 2√2ന്റെ എന്തായിരിക്കും, പകുതി ആയിരിക്കും. AC-യുടെ എന്തായിരിക്കും, പകുതിയായിരിക്കും. അപ്പൊ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റേഡിയസ് R ഈക്വൽ ടു എത്ര കിട്ടൂടാ, നമുക്ക് എന്താ കിട്ടുക, √2 ആണ് നമുക്ക് എന്ത് കിട്ടുക, ആൻസർ ആയി കിട്ടാം. ഈ കിട്ടിയ റേഡിയസ് നമ്മൾ ആദ്യം പഠിച്ച സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രോബ്ലം കിട്ടിയേക്കാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും നോക്കണം മക്കളെ, ആൻസർ എന്ത് വരും, വേറെ കളർ ഉപയോഗിക്കാം, 2π ഇൻറ്റു റേഡിയസ് എത്രയാടാ, √2. സോ ഫൈനൽ ആൻസർ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 നമ്പറാണ്, √2 എന്ന് പറയുന്നത് എന്താണ്, ഒരു റൂട്ട് വാല്യൂ ആണ് അല്ലെ, ഇറാഷണൽ നമ്പർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അങ്ങനത്തെ നമ്പർ ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഗുണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇവരെന്ത് ചെയ്യാം, ചേർത്ത് വെക്കാം. ഗുണിക്കാൻ സാധിക്കില്ലെങ്കിലും നമ്പറുകൾ എന്ത് ചെയ്യാം, ചേർത്ത് വെക്കാം. 2√2 π ആണ്. സർക്കംഫറൻസ് എപ്പോഴും യൂണിറ്റ് എന്താണ് വരിക, സെന്റിമീറ്റർ ആണ് സൊല്യൂഷനിൽ വരിക. ഏരിയ വരുമ്പോൾ മാത്രമാണ് എന്ത് വരിക, സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്തൊരു മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വൃത്തത്തിന്റെ ചുറ്റളവ് തന്നെ കാണണ്ടേ. പക്ഷെ ഇവിടുത്തെ ഷേപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതൊരു റെക്ടാങ്കിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ചതുരമാണ്. അപ്പൊ ഈ ചതുരത്തിന്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വാല്യൂ കാണാം നിങ്ങൾക്ക് അല്ലെ. ഈ സൈഡ് നീളം കൂടിയ ഭാഗം 2ഉം നീളം കുറഞ്ഞത് 1.5 ആണ്. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, നീളം കൂടിയത് 2, നീളം കുറഞ്ഞത് 1.5 ആണ്, റെക്ടാങ്കിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് ഇതേ സൂത്രം ഒപ്പിക്കാം. എങ്ങനെ, ഇതേ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്കൊരു വര വരക്കാം അല്ലെ, ഡയഗണൽ എന്നാണ് പറയാം അല്ലെ. ഡയഗണൽ നമ്മൾ വരച്ചു. ഇനി ഈ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് 2ഉം ഒബ്വിയസ്ലി അല്ലെ, വേണമെങ്കിൽ ഇത് 2 എടുക്കാം. ഇത് 1.5, ഇത് 1.5 ആക്കാം അല്ലെ, 1.5 കിട്ടും. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ABC എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, AC കിട്ടും. AC കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതിയാണ് എന്ത്, റേഡിയസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് സർക്കംഫറൻസ് ഓഫ് സർക്കിളിൽ 2πr നമുക്ക് എന്ത് കൊടുക്കാം, R കൊടുക്കാം. ഫോർമുല ഒക്കെ എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇനി R എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഇവിടെ റിസ്ക് ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കാണുന്നത്. നിങ്ങൾ നോക്കാം, നീളം കൂടിയ ഭാഗം AC ആണ് അല്ലെ. അപ്പൊ നമുക്ക് ബേസിക്കലി ഫോർമുല എന്താണ്, AC സ്ക്വയർ ഈക്വൽ ടു അല്ലെ, നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ ഈക്വൽ ടു, ഇതാണ് പൈതഗോറസ് കേട്ടോ, പൈതഗോറസ് തിയറം എന്നാണ്, നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ ഈക്വൽ ടു. ഇനി നീളം കുറഞ്ഞ 2 ഭാഗങ്ങളുടെ സ്ക്വയർ, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ആദ്യം അടിഭാഗം എടുത്തു എന്ന് മാത്രം. അടിഭാഗം എത്രയാടാ, AB ആണ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ എന്താടാ, BC സ്ക്വയർ ആണ്. അപ്പൊ AC നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ AC സ്ക്വയർ അവിടെ എടുക്കട്ടെ. AB-യുടെ ലെങ്ത് എത്രയാടാ, 2 സ്ക്വയർ ആണ്, പ്ലസ് BC എത്രയാടാ, 1.5 സ്ക്വയർ ആണ് അല്ലെ. ഇനി AC സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ആണ്, 1.5ന്റെ സ്ക്വയർ. ഇവിടുന്നാണ് കുറെ പേര് കൺഫ്യൂഷൻ ആണ്. പോയിന്റുകൾ വരുമ്പോൾ പേടിക്കണ്ട, കാരണം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ആക്ടിവിറ്റീസ് ആണ്, നിർബന്ധമായിട്ട് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. 1.5ന്റെ സ്ക്വയർ കാണാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിന്റ് ഒക്കെ എടുത്ത് ഒഴിവാക്കുക, 15 × 15 ആക്കുക അല്ലെ. 1.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.5 × 1.5 ആണ് അല്ലെ. 1.5 × 1.5 ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 15 × 15 നിങ്ങൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അത് തന്നെയാണ് 1.5. അതിലൊരു സ്ഥാനം മാറ്റി കുത്തിയാൽ മതി. അപ്പോൾ 15 × 15 നിങ്ങൾ ഗുണിച്ച് കഴിഞ്ഞാൽ 225 ആണ് കിട്ടുക. നിങ്ങൾ നോർമലി നിങ്ങൾ ഗുണിച്ചോളാം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 225 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് കാണേണ്ടത് 1.5 × 1.5. അപ്പോൾ നമുക്കറിയാം 1.5 × 1.5 2 × 2 4
അല്ലേ? നിങ്ങൾ ആലോചിച്ച് 2 × 2 4 1.5 × 1.5 ഗുണിച്ചാൽ എത്രയേ വരുള്ളൂ? എന്തായാലും 4നെക്കാട്ടും ചെറുതല്ലേ വരുള്ളൂ. കാരണം 2 × 2 4. അപ്പോൾ 1.5 × 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4നെക്കാട്ടും ചെറുതേ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഡോട്ട് ഇടുമ്പോൾ 22.5 എന്നാണോ ഇടേണ്ടത്, അല്ലെങ്കിൽ 2.25 എന്നാണോ ഇടുക? ആ പോയിന്റ് 2 സ്ഥാനം മാറ്റിയിട്ടാണ് കുത്തണ്ടേ. അപ്പോൾ എങ്ങനെ ഈ മാറ്റി കുത്തുക എന്നുള്ളതൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. 1.5നെക്കാട്ടും വലിയ വാല്യൂ 2 എടുത്തു. 2 × 2 4 ആണ്. അപ്പോൾ 1.5 × 1.5 4നെക്കാട്ടും ചെറുതായിരിക്കും. 4നെക്കാട്ടും ചെറുതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എവിടെ കുത്താം? 2.25 കുത്താം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 2.25. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 2.25 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 6.25 ആണ്. ഇനി അടുത്ത വിധി എന്താ? സ്ക്വയർ കളയാൻ നമ്മൾ വിദ്യ പഠിച്ചു. എന്താണ്? റൂട്ട് ചെയ്യുക. 2 ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ചെയ്യാം. ഇവിടെ സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ് ആവും. ഇത് പഠിക്കുക എപ്പോഴും. സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ് ആവും. നമുക്ക് എന്ത് കിട്ടും? AC എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി AC = √6.25. ഇവിടെ നിന്നാണ് കുറേ പേർക്ക് ഡൗട്ട് ഉള്ളത്. 6.25ന്റെ റൂട്ട് എങ്ങനെ കാണാന്നുള്ളത് വളരെ സിമ്പിളാ. ട്രിക്ക് ഉണ്ട്. ട്രിക്ക് ഇതാണ്. നമ്മൾ നോക്കാം. റൂട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു 6.25. പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ പോയിന്റ് ഇല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പോയിന്റിന് ഞാൻ ഒരു സ്ഥാനം പുറത്തോട്ട് കൊണ്ടുവരാം. അതിന് മാത്തമാറ്റിക്സിൽ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൽ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചു, താഴെയും എന്ത് ചെയ്യാം? 10 കൊണ്ട്. ഇത് മാത്സിന് കുഴപ്പമില്ല. 10/10 എവിടെയും കൊടുക്കുക. കാരണം കട്ടാക്കി പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? നോർമലി അവിടെ ശൂന്യമാണ്. അപ്പോൾ 10/10 എന്ന് പറയാം, അല്ലെങ്കിൽ 100/100 എന്നൊക്കെ പറയാം. ഇപ്പോൾ 6 കഴിഞ്ഞിട്ട് ഒരു പോയിന്റല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 10 കൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല. കാരണം പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളുണ്ട്. 2 സ്ഥാനങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഗുണിക്കേണ്ടത് എത്രയാണ്? 100 കൊണ്ടാണ് മുകളിലും ഗുണിക്കേണ്ടത്, താഴെയും 100 കൊണ്ട് ഗുണിക്കാം. ഇങ്ങനെ ഗുണിച്ചാൽ മാത്സിൽ തെറ്റില്ല. കാരണം 100/100 എന്ന് പറഞ്ഞാൽ 1 മാത്സിൽ. 1000/1000 നോ ഇഷ്യൂ 1. 10/10 നോ ഇഷ്യൂ 1. 10,000/10,000 നോ ഇഷ്യൂ 1. 1,00,000/1,00,000 നോ ഇഷ്യൂ 1. 2/2 നോ ഇഷ്യൂ. എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം 2/2. കാരണം ഒരു കുഴപ്പമില്ല 1. 5/5 എവിടെ കൊടുക്കാം? അപ്പോൾ ഇത് നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് 100/100 എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടുന്ന് എലിമിനേറ്റ് ആവണം. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കി നോക്കെ. 100ന് 6.25 കൊണ്ട് ഗുണിച്ചോക്കെ. ആ പോയിന്റ് നഷ്ടപ്പെട്ട് 625 ആവും. അതേസമയം 6.25നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ ഉണ്ടാവുക? 62.5 എന്നാ കിട്ടുക അല്ലേ? നമുക്ക് വാല്യൂ കിട്ടുക 62.5. അപ്പോഴും നമ്മളെ പോയിന്റ് പോകുന്നില്ല. പോയിന്റ് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ നമുക്ക് ആൻസർ ഇപ്പം എങ്ങനെ വരും? ഈ വാല്യൂ 100 × നേരക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ 625 കിട്ടും അല്ലേ? ബൈ എത്ര കിട്ടൂടാ? 100 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 2 ആക്കി തിരിക്കാം. ഒന്ന് റൂട്ട് 625, അതുപോലെ എന്ത് കിട്ടൂടാ? റൂട്ട് നമുക്ക് എന്തായാലും എടുക്കാം? 100 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. റൂട്ട് 625 സാറ് എത്രയാണെന്നുള്ളതാണ്. നമുക്ക് 25 × 25 നിങ്ങൾ ചെയ്ത് നോക്കാം. 25 × 25 നിങ്ങൾ എല്ലാവരും ഒന്ന് സൈഡിലൊന്ന് ചെയ്ത് നോക്കടാ. നിങ്ങൾക്ക് എത്രയുടെ വാല്യൂ കിട്ടുന്നത് നോക്കേ. 25 × 25 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 25 × 25. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് നോക്കാം. 625 കിട്ടുക. അപ്പോൾ റൂട്ട് 625 എന്ന് പറഞ്ഞാൽ സിംപ്ലി 25ഉം റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രടാ? 10ഉം ആണ്. ഇനി നമ്മളിത് വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് റൂട്ടാണ് 625 കേട്ടോ. 25 × 25 സൈഡിൽ ചെയ്ത് നോക്കാം. 625 ആണ് കിട്ടുന്നത്. 600. അപ്പോൾ റൂട്ട് 625 എന്ന് പറഞ്ഞാൽ 25. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്ര? 10. കാരണം 10 × 10 100 ആണ്. ഇനി 25ഉം 10ഒക്കെ 5ന്റെ ടേബിളുകളാണ് അല്ലേ? 5ന്റെ ടേബിൾ 25ൽ എത്ര 5 5 ഉണ്ട്. 10ൽ ഒബ്വിയസ്ലി എത്ര ഉണ്ട്? 2 ഉണ്ട്. 5/2 5ന്റെ പകുതി. 5/2 എന്നൊക്കെ പറഞ്ഞാൽ 5ന്റെ പകുതി എന്നാ മീനിങ്. 5ന്റെ പകുതി എത്രയാണ്? എല്ലാവർക്കും അറിയാം 2.5 ആണ് അല്ലേ? 2.5 ആണ് നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? AC-യുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. AC എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് എത്ര കിട്ടിയടാ? 2.5 എന്ന് കിട്ടിയത്. നമ്മുടെ ഇപ്പം നമുക്ക് AC 2.25 കിട്ടി. നമുക്കിനി വേണ്ടത് AC മാത്രമല്ല നമുക്ക് വേണ്ടത് ഏതിൻ്റെ ഡയഗണൽ വേണം. ഇപ്പോൾ ഇതാണല്ലോ നമുക്ക് AC എന്ന് പറയുന്ന വാല്യൂ അല്ലേ? ഇതാണല്ലോ ഇതിൻ്റെ സെൻറ്റർ വാല്യൂ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താടാ? ഇപ്പൊ AC ആണ് നമുക്ക് 2.25 കിട്ടിയത് അല്ലേ? നമുക്ക് വേണ്ടത് ഇതിന്റെ റേഡിയസ് അല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് കാണണം? 2.5ന്റെ പകുതി കാണണം. അപ്പൊ 2.5ന്റെ പകുതി എങ്ങനെ കാണാം നോക്കണം. AC = 2.5 ആണ്. അപ്പൊ നമുക്ക് റേഡിയസ് സമം എന്ത് പറയാം? 2.5ന്റെ പകുതി കാണണം അല്ലേ? 2.5ന്റെ പകുതി ആയിരിക്കും എപ്പോഴും എന്താടാ? റേഡിയസ്. പക്ഷെ 2.5ന്റെ പകുതി എങ്ങനെ കാണാം? ട്രിക്ക് എന്താ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 5 അല്ലേ? 2 + 5 അല്ലടാ, 2 + 0.5 അല്ലെങ്കിൽ 50 എന്ന് എഴുതാം.
ഇനി കുറേ ബേസ് പഠിക്കാണ്ട് നിങ്ങൾ. ഈ 2.5 എന്ന് പറഞ്ഞാൽ 2.50 ആടാ. ഈ 2.5 വേണമെങ്കിൽ നമുക്ക് 2 0 ഇട്ട് കൊടുക്കാം. ഇത് എത്ര 0 ഇട്ട് കൊടുത്താലും ഒന്നും പ്രശ്നമില്ല. 2.5 എന്ന് പറഞ്ഞാൽ 2.5000 എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2.50 എന്ന് പറയാം. 2.50 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2ന്റെ പകുതി, ട്രിക്കാണ് പറയുന്നത് കേട്ടോ, 2ന്റെ പകുതി 1 എന്നും 0.50ന്റെ പകുതി എത്രയാടാ 0.25 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.50യുടെ പകുതി നമുക്ക് റേഡിയസ് ഫൈനലി നമുക്ക് കിട്ടിയടാ എത്രടാ അല്ലെ, ഇത് രണ്ടും തമ്മിൽ കൂട്ടുക, 1ഉം 0.25 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.25 കിട്ടും അല്ലേ. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1.25. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? റേഡിയസ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക, റേഡിയസ് എന്ന് പറയുന്നത് എന്താടാ 1.25 ആണ്. ഇനി നമുക്ക് പഴയ പോലെ എന്താണ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ, നമ്മൾ നേരത്തെ എഴുതിയ എല്ലാവരും എഴുതിയ പോലെ തന്നെ എഴുതിക്കോ. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ സമം അല്ലെ, വൃത്തത്തിന്റെ ചുറ്റളവ് സമം 2πr. സോ 2 × π × റേഡിയസ് എത്രയുടെ കിട്ടിയത്? 1.25 ആണ്. 1.25. അപ്പൊ 2നെ 1.25 കൊണ്ട് കുടിക്കാൻ എന്താ? വളരെ സിമ്പിൾ ആണ്. 1.25നെ ഡബിൾ ചെയ്താൽ മതി. 1.25നെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 1ന്റെ ഡബിൾ 2 ആണ്. 0.25ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലേ. ഇൻറ്റു പൈ, നമുക്കറിയാം യൂണിറ്റ് സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ. അപ്പൊ 2.50 പൈ സെന്റിമീറ്റർ അല്ലെങ്കിൽ 2.5 പൈ സെന്റിമീറ്റർ എന്ന് എഴുതിയാലും മതി. ആ 0 നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് ഒരു തെറ്റുമില്ല. ഒരു 0, 2 0, 100 0 ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഏറ്റവും സിമ്പിൾ ഷോർട്ടായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ്. 2.5 പൈ സെന്റിമീറ്റർ. ഓക്കേടാ. അപ്പൊ നമുക്ക് എക്സാമിന് വരുന്ന സർക്കംഫറൻസ് ഓഫ് സർക്കിളിന്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായി കണക്ട് ചെയ്ത ഇതേ സെയിം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഇനി എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോക്കി നോക്കാം. നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാ, ഇൻ എ സർക്കിൾ ഓഫ് കോഡ് 4 cm away from the center is 6 cm long, what is the circumference of circle? അല്ലെ, ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 4 cm അകലെയുള്ള ഞാണിന്റെ നീളം 6 cm ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് കണക്കാക്കുക. അപ്പൊ നമുക്ക് ഇവിടെയും കാണാനുള്ളത് എന്താടാ? വൃത്തത്തിന്റെ ചുറ്റളവാണ്. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവിൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ തന്നെ. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് R എന്ന് പറയുന്ന റേഡിയസ് മാത്രമാണ് നമുക്ക് കണ്ടെത്തേണ്ടുള്ളൂ. അപ്പൊ നമുക്ക് റേഡിയസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സർക്കിൾ വരക്കാം. നിങ്ങൾക്ക് കുറച്ചൊരു വലിയ സർക്കിൾ നിങ്ങൾ വരച്ചോട്ടാ, നിങ്ങളൊരു സർക്കിളൊക്കെ വരച്ചോടാ. ഓക്കെ, ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇൻ എ സർക്കിൾ, ഒരു സർക്കിൾ ചുമ്മാ സർക്കിളൊക്കെ വരച്ചു. എ കോഡ് 4 cm away from the center ഈ 6 cm long അല്ലെ. ഇവിടെ ഒരു കോഡ്, എന്താ ഈ കോഡ് അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? എടാ, നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരക്കുന്നതൊക്കെ കോഡാണ്. ഇതൊക്കെ കോഡാ, ഒരുപാട് കോഡുകൾ വരക്കാം അല്ലേ. ലോങ്ങസ്റ്റ് കോഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ലോങ്ങസ്റ്റ് ഞാനാണെന്ത്? വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഡ് വരക്കാം. പക്ഷെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കോഡ് എത്രയാണ്? 4 cm അവേ ആയിട്ടാണ് കോഡ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു കോഡ് വരക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു കോഡ് വരച്ചു, ഒരു വര വരച്ചു, ഞാൻ വരച്ചു. ഇനി സെൻറ്റർ ഓഫ് സർക്കിൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ കോഡിന്റെ ലെങ്ത് 6 cm അല്ലേ, 6 തന്നെയല്ലേ പറയുന്നത്, 6 cm ആണെന്ന് ഇവർ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഈ കോഡ് അതിന്റെ സെൻട്രലോട്ട് ഉണ്ടാക്കുന്ന, സർക്കിളിന്റെ സെൻട്രലോട്ട് ഉണ്ടാക്കുന്ന അകലം എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാ? 4 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡാറ്റ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കൺസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കാം അല്ലെ. ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ റേഡിയസ്, ഇതാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പോൾ നമുക്ക് മൊത്തം ഇപ്പോൾ ഞാനിത് ABC എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തു കൂട്ടാം. ABC ഇതിനും കൊടുത്തു, D എന്ന് പറഞ്ഞ ലെറ്റർ. ഇഷ്ടമുള്ള ലെറ്ററൊക്കെ കൊടുക്കാം. ലെറ്ററിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല, ചുമ്മാ ലെറ്ററൊക്കെ തള്ളി കൊടുക്കാം. ഇനി നമുക്ക് ഈ AB കോഡ് അല്ലെങ്കിൽ ഞാൻ 6 cm ആണെങ്കിൽ ഒബ്വിയസ്ലി AD എത്രയാ കോഡാ? എല്ലാവർക്കും അറിയാം 3 cm ആണ്. ഇത് 3 cm. സാർ അത് എന്തുകൊണ്ടാണ് 3 cm ആവുന്നത്? നമ്മൾ പഠിക്കണം. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ സർക്കിളിന് ഇവിടെ വന്ന് മുട്ടുന്നത് എന്ത് ചെയ്യും? കൃത്യമായിട്ട് എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും നമ്മൾ പഠിക്കുന്നത്. 2ആയിട്ട് പിളരും. ഓക്കെ, അപ്പോൾ 6 cm എന്താവും? 3 ആയിട്ട് പിളരും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ചെറിയ കുഞ്ഞൻ സൈഡ് ADയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ DC എന്ന് പറയുന്ന കുഞ്ഞൻ സൈഡ് 4 cm ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതൊരു പൈതഗോറസ് തിയറം ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ നീളം കൂടിയ ഭാഗം ഇവിടെ ആരടാ? AC ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നീളം കൂടിയ ഭാഗം നമുക്ക് കാണാം. എങ്ങനെ?
AC² ഈക്വൽ ടു രണ്ട് ചെറിയ കഷ്ണങ്ങളുടെ സ്ക്വയറിന്റെ സം ഏതൊക്കെയാടാ 3² പ്ലസ് 4² ആണ്. അപ്പൊ AC² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുവാടാ 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ 9 ആണ്. 3 × 3 9 ആണ്. 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. സാർ അതൊക്കെ എന്താ 3² എന്ന് പറഞ്ഞാൽ എന്താടാ 3 × 3 ആണ്. 4² എന്ന് പറഞ്ഞാൽ എന്താടാ 4 × 4 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടും പാടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ AC² എത്ര കിട്ടൂടാ 16 9 എത്ര കിട്ടൂടാ 25 കിട്ടും. ഓക്കെ, ഇനി സ്ക്വയർ കളയാനുള്ള വിദ്യ എന്താ? സ്ക്വയർ കളയാനുള്ള വിദ്യ എന്താ സാറേ? റൂട്ട് ചെയ്യുക. ഇവിടെയും റൂട്ട് ഇവിടെയും റൂട്ട്, സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ്. നമുക്ക് എന്ത് കിട്ടൂടാ AC. റൂട്ട് 25 പെർഫെക്റ്റാ. റൂട്ട് 8 ഒക്കെ വരുമ്പോൾ പെർഫെക്റ്റ് അല്ല, റൂട്ട് 25 പെർഫെക്റ്റാ. റൂട്ട് കാരണം 5 × 5 25. അപ്പൊ റൂട്ട് 25 എന്താ 5 ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ AC വാല്യൂ കിട്ടിയടാ. AC എത്രയടാ 5 ആണെന്ന് കിട്ടി. സാറേ ഈ AC ഇനി പകുതി കാണണോ? വേണ്ട, ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കുക. നമ്മൾ ഇതിന്റെ മുന്നൊക്കെ കണ്ടത് ഇങ്ങനെ എന്താ പറയാ ഡയമീറ്റർ ആണ് കണ്ടത് അല്ലെ, വ്യാസാണ് കണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ചെറിയ റേഡിയസ് തന്നെയാണ് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ ചിന്തിക്കാനൊന്നും പോണ്ട. റേഡിയസ് 5 കിട്ടി. നേരെ നമ്മളെ ഫോർമുല 2πr തട്ടി കൊടുക്കുക. 2π × r എത്രയടാ 5 അല്ലെ. 5 × 2 എത്രയടാ 10 ആണ്. 10π സെന്റിമീറ്റർ ആടാ നമ്മൾ എന്താടാ സൊല്യൂഷൻ അല്ലെ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇനിയും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാ. എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. എടാ മക്കളെ, ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷനാണ് ഏരിയ ഓഫ് സർക്കിൾ. ഇതും കൂടെയാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ. 100% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ വരുന്ന എക്സാമിന് ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്കുള്ളത് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. ഇൻ ദി പിക്ചർ ബിലോ സർക്കിൾ ആർ ഡ്രോൺ ത്രൂ ദി വെർട്ടീസസ് ഓഫ് എ സ്ക്വയർ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ആണ് അല്ലെ, ചതുരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, സമചതുരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഏരിയ നമ്മൾ കാണണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. സർക്കിൾ ഏരിയ ഓഫ് സർക്കിൾ അല്ലെ, ഏരിയ ഓഫ് എഴുതിക്കോട്ടെ എല്ലാവരും. സർക്കിൾ അല്ലെ, അല്ലെങ്കിൽ പരപ്പളവ്, വൃത്തത്തിന്റെ പരപ്പളവ് എല്ലാവർക്കും അറിയാം. ഫോർമുല എന്താടാ πr² ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ, വൃത്തം എഴുതണം കേട്ടോ, വൃത്തത്തിന്റെ പരപ്പളവ്. അപ്പൊ ആദ്യം എഴുതേണ്ട വൃത്തത്തിന്റെ സർക്കിളിന്റെ ഏരിയ πr² ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യാം. ഇനി വേണ്ടത് 6 കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പൊ 6 എങ്ങനെ കിട്ടും? 6 കിട്ടാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമുക്ക് നേരത്തെ ചെയ്ത അതേ വിദ്യയാണ്. സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 3 സെന്റിമീറ്റർ, എല്ലാ സൈഡും 3 സെന്റിമീറ്റർ ആണല്ലോ. അതിനാണല്ലോ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റേഡിയസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡയഗണൽ നമുക്ക് പിടിക്കാം. ഇങ്ങനെ ഡയഗണൽ നമ്മൾ പിടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് 90 ഡിഗ്രി ഒരു ത്രികോണം കിട്ടി അല്ലെ, ഒരു ട്രയാങ്കിൾ കിട്ടി, ത്രികോണം കിട്ടി. ഈ ത്രികോണം എന്ത് ത്രികോണം? മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് അപ്ലൈ ചെയ്യാം. ചുമ്മാ ലെറ്റർ ഒക്കെ ഞാൻ കൊടുക്കുന്നു, ABC. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ എക്സാമിന് കൊടുത്താൽ മതി. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ നേരത്തെ ചെയ്ത അതേ മെത്തേഡാ. AC² സമം നീളം കുറഞ്ഞ രണ്ട് കുഞ്ഞ് സൈഡുകൾ ഏതാടാ? ഒന്ന് AB ഉണ്ട്, സ്ക്വയർ പ്ലസ് എന്തുണ്ടടാ BC ഉണ്ട്. അപ്പൊ AC² ഈക്വൽ ടു AB എത്രയാടാ 3² ആണ്, BCയും 3 ആണ്, 3² ആണ്. അപ്പൊ AC² എത്ര കിട്ടൂടാ? 3² എന്ന് പറഞ്ഞാൽ 9 അല്ലെ. AC² എന്ന് പറഞ്ഞാൽ 18. ഇതുവരെ ഒന്നും ആർക്കും പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇനി സ്ക്വയർ കളയാനുള്ള വിദ്യ പഴയ പോലെ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, റൂട്ട് ചെയ്യുക. സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ് ആവും. നമുക്ക് എന്ത് കിട്ടൂടാ? AC സമം എത്ര കിട്ടൂടാ? റൂട്ട് 18 കിട്ടും. ഇവിടെ റൂട്ട് 18 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ല. റൂട്ട് 25 5 എന്ന് എഴുതി, പക്ഷെ റൂട്ട് 18 പെർഫെക്റ്റ് അല്ല. ഇവിടെ റൂട്ട് 18 ഇതുപോലെ രണ്ട് നമ്പറുകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. പെർഫെക്റ്റ് റൂട്ട് അല്ലാത്ത എല്ലാ ക്വസ്റ്റ്യനും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സാധ്യതയാണ്. ഞാൻ ഇവിടുന്ന് ക്ലാരിറ്റി വരുത്തി തരാം. റൂട്ട് 18 എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യത. സാറേ ഇവിടെ 6 × പല ആളുകൾക്കും പലതും കിട്ടും. 6 × 3 18 ആണോ? 18 അല്ലേ? ആണ് അല്ലേ? 6 × 3 18. ഇനി 18 വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, സാറേ 9 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 9 × 2 അതും 18. അപ്പൊ ഇവിടെ ഏത് ചൂസ് ചെയ്യും? ഇത് ചൂസ് ചെയ്യും. ആദ്യത്തെ ചൂസ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താ? ഒന്നാമത്തെ ചൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം രണ്ടിനും പെർഫെക്റ്റ് റൂട്ട് ഇല്ല. റൂട്ട് 6ഉം റൂട്ട് 3ഉം പെർഫെക്റ്റ് അല്ല. റൂട്ട് 6ഉം റൂട്ട് 3ഉം പെർഫെക്റ്റ് അല്ല. എന്നാൽ രണ്ടാമത് എഴുതിയ 18 9 പെർഫെക്റ്റ് റൂട്ടാ. റൂട്ട് 9 പെർഫെക്റ്റാ. റൂട്ട് 2. അപ്പൊ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 18 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? റൂട്ട് 9 × എന്ത് കിട്ടൂടാ? റൂട്ട് 2 കിട്ടും. അപ്പൊ റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എഴുതാം അല്ലെ. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നേരെ എഴുതാം കേട്ടോ. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 അല്ലെ. 3 റൂട്ട് 2 എന്നാണ് നമുക്ക് കിട്ടുക. 3 റൂട്ട് 2 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടിയടാ? AC കിട്ടിയത്.
അപ്പൊ AC ആണ് നമുക്ക് കിട്ടിയത്. സാറേ നമുക്ക് AC അല്ല വേണ്ടത്, അതിന്റെ റേഡിയസ് ആണ്. അപ്പൊ എപ്പോഴും ഡയമീറ്ററിന്റെ എന്തായിരിക്കോടാ, പകുതിയായിരിക്കും അല്ലെ. സാറേ ഈ 3√2 എങ്ങനെ പിടിച്ച് പകുതിയാക്കും? നിങ്ങൾ നോക്കടാ എങ്ങനെ 3√2 പകുതിയാക്കും. 3√2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ സാറേ പ്രശ്നമാണ്. 3നെ പകുതി എഴുതാം. എങ്ങനെ 3√2 ഒക്കെ പകുതി എഴുതാം? അപ്പൊ ഇവിടെ നമ്മൾ വേണമെങ്കിൽ പകുതി കാണേണ്ട ആവശ്യമില്ല. കാരണം റേഡിയസ് എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. 3√2 എന്തായാലും അല്ല, 3√2ന്റെ എന്തായിരിക്കും, പകുതിയാണെന്ന് എഴുതി വെച്ചാൽ മതി. ഈ വാല്യൂവിനെ നമുക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ശരിയാക്കാം. ഇവിടുന്ന് നമ്മൾ ശരിയാക്കാൻ ചിലപ്പോൾ √2ന്റെ ഒക്കെ പകുതി എഴുതാൻ ബുദ്ധിമുട്ടാവും. അതേസമയം നമ്മൾ കൃത്യമായിട്ടുള്ള 4ഒക്കെയാണ് 6 വരുന്നെങ്കിൽ 4/2 പടച്ചിട്ട് എന്ത് ചെയ്യാം, 2 കിട്ടാം. അല്ലാത്ത കേസിൽ റൂട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിംപ്ലി എന്തായിരിക്കും, 3√2ന്റെ നിർബന്ധമാണ് പകുതിയായിരിക്കും എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഈ വാല്യൂ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ πr² കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് വാല്യൂ πr² കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാനത് ഇവിടെ കൊടുക്കാം. ആ റേഡിയസിന്റെ വാല്യൂ എന്താണ്, 3√2/2 ആണല്ലോ. 3√2/2 ആണല്ലോ. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കടാ, π × 3√2/2 ഹോൾ സ്ക്വയർ. നമുക്ക് നോക്കാം. പൈ അങ്ങനെ എഴുതി ഇൻറ്റു 3√2. അപ്പൊ ആദ്യം 3ന്റെ സ്ക്വയർ എന്ന് എഴുതുക, പിന്നെ √2ന്റെ സ്ക്വയർ. കാരണം 2 നമ്പറിന്റെ സ്ക്വയർ ഉണ്ടല്ലോ. ഓൾ ഡിവൈഡ് ബൈ 2നും എന്തിട്ട് കൊടുക്കുക, സ്ക്വയർ ഇട്ട് കൊടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആവും π × 3ന്റെ സ്ക്വയർ 9 ആണ്. ഇവിടെ സ്ക്വയർ റൂട്ട് നമ്മൾ റൂൾ നോക്കിയൊക്കെ സ്ക്വയർ റൂട്ട് വെട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, 2 ഉണ്ടാവും. 2ന്റെ സ്ക്വയർ എത്രയാടാ, 4 ആണ് അല്ലെ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 4 വെട്ടാം എത്ര തവണ, 2 തവണ. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ, π × 9/2 കിട്ടും. 9/2ന്റെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. 9ന്റെ പകുതി നിങ്ങൾ പറ, 9ന്റെ പകുതി നിങ്ങൾ പറ. ബേസ് ആണ് അല്ലെ. 10ന്റെ പകുതി സാറ് 5 ആണ്. 9ന്റെ പകുതി എത്രയാ, 4.5 ആണ്. അപ്പൊ ആൻസറിന്റെ കൂടെ പൈ ചേർത്ത ആൻസർ എന്താ കൂടെ, ഫൈനൽ ആൻസർ എന്താ കൂടെ, ഞാൻ ഇവിടെ എഴുതാം. എന്താടാ വരിക, 4.5 പൈ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ യൂണിറ്റ് എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ട് r² ആണെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താടാ, സെന്റിമീറ്റർ × സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ യൂണിറ്റ് എഴുതുമ്പോൾ എന്ത് എഴുതണം, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിർബന്ധമായിട്ടും എഴുതണം. അപ്പൊ ആൻസർ എന്താടാ കിട്ടുക, 4.5 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടാൽ മതിടാ. സോ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് വരുന്ന എക്സാമിന് കിട്ടിയിരിക്കും, ഞാനാണ് പറയുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബിലോ സർക്കിൾസ് ആർ ഡ്രോൺ ത്രൂ വെർട്ടിസസ് ഓഫ് എ റെക്ടാംഗിൾ, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് സർക്കിൾ. അല്ലെ, ഇവിടെ നമുക്ക് എന്താണുള്ളത്, ഒരു ചതുരം തന്നിട്ടുണ്ട്. മുന്നേ നമുക്ക് സമചതുര തന്നത്, ഇവിടെ എന്താടാ, ചതുരമാണ് നമുക്ക് വാല്യൂ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ എന്ത് കാണടാ, ഈ ചതുരത്തിന്റെ വാല്യൂയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് മക്കളെ. ഇതൊന്ന് വെട്ടിയിട്ട് 4 ആക്കട്ടാ, ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്കാ. ഓക്കെ, ഇവിടെ നമുക്ക് എത്രയാണ് വാല്യൂ, 2 സെന്റിമീറ്റർ ആണ് കേട്ടോ. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണത്. ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, 2, 4 കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് കാണടാ, എന്ത് കാണണം, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഏരിയ കാണണം. സർക്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഒന്നും നോക്കണ്ട, ആദ്യം അത് എഴുതി വെച്ചോ. സർക്കിൾ, ഏരിയ ഓഫ് സർക്കിൾ, ഇത് ആദ്യമേ എല്ലാവരും എഴുതി വെച്ചോ. നമുക്ക് എന്താണ് കാണേണ്ടതെന്ന് അതണ്ട് എഴുതി വെക്കുക. എന്താടാ, πr² അല്ലെ, വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് എല്ലാവരും മലയാളം മീഡിയം എഴുതിക്കോട്ടോ. അതിനുശേഷം 6 കണ്ടെത്തലാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ 6 കണ്ടെത്താനാണ് നമ്മൾ അടുത്ത ലക്ഷ്യം. ഇത് നമ്മൾ വെട്ടിയിട്ടുണ്ടടാ, ഇത് 4 സെന്റിമീറ്ററും ഇത് വെട്ടിയിട്ടുണ്ടടാ, ഇത് 2 സെന്റിമീറ്ററും ആണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യടാ, നേരെ ഡയഗണൽ വരച്ചു. ചുമ്മാ ലെറ്റർ കൊടുത്തു, ABC നമ്മൾ ലെറ്റർ കൊടുത്തു. അപ്പൊ ഇവിടെ ഈ സൈഡ് 4 ആണെങ്കിൽ ഇത് റെക്ടാംഗിൾ ആണ്. ഇത് നമുക്ക് എന്തറിയാം, ഇതും 2 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇത് 4 ആണെങ്കിൽ ഇത് 4 ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ ഇത് 4, ഇത് 2 ആണെങ്കിൽ ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ അപ്ലൈ ചെയ്യാം, പൈതഗോറസ് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തോ, നീളം കൂടിയ ഭാഗത്തിന്റെ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ, AB² + BC². AC² പറയടാ, AB-യുടെ സ്ക്വയർ 4ന്റെ സ്ക്വയർ, BC-ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ അല്ലേ. AC² 4ന്റെ സ്ക്വയർ 16 അല്ലെ, 4 × 4 16, 2ന്റെ സ്ക്വയർ 4. അപ്പൊ AC² സമം എത്ര കിട്ടോടാ, 20 കിട്ടും അല്ലെ. അപ്പൊ AC എത്രയാടാ അല്ലെ, എന്താടാ റൂട്ട് ചെയ്യല്ലേ. അപ്പൊ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആകും. AC എത്രയാടാ, √20. സാറേ √20 പെർഫെക്റ്റ് റൂട്ട് അല്ലേ, ആണോ? അല്ല, √20 പെർഫെക്റ്റ് റൂട്ട് അല്ല. പക്ഷെ √20നെ നമുക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം നിങ്ങൾ പറ. സാറേ √20 എങ്ങനെ ചെറുതാക്കാം? പലർക്കും പല ഐഡിയാസ് ആയിരിക്കും കേട്ടോ. എങ്ങനെയൊക്കെ ചെറുതാക്കാം? ചില ആളുകൾ 5 × 4, 5 × I 4 20,
ഇങ്ങനെ എഴുതാം. കാരണം ഒരു വാല്യൂക്ക് പെർഫെക്റ്റ് റൂട്ട് ഉണ്ട് അല്ലേ. പക്ഷേ സാറേ ചില ആളുകൾ എങ്ങനെയും പറയുന്നുണ്ട് റൂട്ട് 20 എന്ന് പറഞ്ഞാൽ സാറേ എനിക്ക് 10 ഗുണം 2 എന്ന് എഴുതിക്കൂടെ. ശരിയാണ്, 10 ഗുണം 2 എന്താണ് 20. പക്ഷെ 10ഉം പെർഫെക്റ്റ് റൂട്ട് അല്ല, 2ഉം പെർഫെക്റ്റ് റൂട്ട് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നമ്മളിവിടെ എടുക്കേണ്ടത് എന്താണ്, ഈ ഒരു ഫോർമാറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ റൂട്ട് 20 നമ്മൾ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണടാ, ഈ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ റൂട്ട് 5 റൂട്ട് 4 അല്ലെ. റൂട്ട് 5 പെർഫെക്റ്റ് റൂട്ട് അല്ല, അങ്ങനെ വെച്ചു. റൂട്ട് 4 2. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതാം. ആദ്യം പെർഫെക്റ്റ് റൂട്ടുള്ള നമ്പർ ആദ്യം എഴുതി വെക്കാം അല്ലെ. നല്ല വൃത്തിയുള്ള ആൾ ആദ്യം വരട്ടെ. അപ്പോൾ 2 റൂട്ട് 5 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടെ AC കിട്ടുക. അപ്പൊ സാറേ AC-യുടെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയത് 2 റൂട്ട് 5 എന്നാ അല്ലെ. പക്ഷേ ഇവിടുത്തെ റേഡിയസ് 2 റൂട്ട് 5 ആണോ, അല്ല അല്ലെ. AC ആണ് 2 റൂട്ട് 5 കിട്ടിയത്. പക്ഷേ ഈ മൊത്തം ലെങ്ത് ആണ് 2 റൂട്ട് 5 കിട്ടിയത്. ഇതിന്റെ പകുതിയാണ് എന്ത്, നമ്മളുടെ റേഡിയസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയസ് അല്ലെ, റേഡിയസ് അല്ലെങ്കിൽ മലയാളം മീഡിയം ആരം. റേഡിയസ് എങ്ങനെ കാണാം, 2 റൂട്ട് 5ന്റെ എന്താടാ പകുതിയായിരിക്കും. സോ 2 ക്യാൻസൽ അല്ലെ. സിംപ്ലി നമുക്ക് എന്ത് കിട്ടോടാ, റേഡിയസ് എന്ത് കിട്ടോടാ, റൂട്ട് 5 എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിക്കാണും റേഡിയസ് എത്രയാടാ, റൂട്ട് 5 ആണ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് സാറേ, ഏരിയ ഓഫ് സർക്കിൾ കാണാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ വീണ്ടും എഴുതുക, ഹെഡർ എഴുതുക. സോ ആൻസർ എന്താടാ, പൈ ഇൻറ്റു r² ആണ് നമ്മളെ ഫോർമുല. സോ പൈ ഇൻറ്റു അല്ലെ, ആ റേഡിയസ് എന്താ റൂട്ട് 5 ആണ്, അതിന്റെ സ്ക്വയർ അല്ലെ. എവിടെ സ്ക്വയറും റൂട്ട് കണ്ടാലും വെട്ട് നടക്കും, എവിടെ സ്ക്വയറും റൂട്ടും കണ്ടാലും വെട്ട് നടക്കും. സോ ആൻസർ എന്ത് കിട്ടോടാ, 5 പൈ. യൂണിറ്റ് എന്താടാ ഏരിയയുടെ, സെന്റിമീറ്റർ സ്ക്വയർ. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, സെന്റിമീറ്റർ എന്താടാ, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 100% നിങ്ങൾക്ക് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളൊന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്ക് തരണം. ലൈക്ക് തന്നാൽ മാത്രമാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ അടയാളപ്പെടുത്തുക. സാർ അതിന് റിപ്ലൈ തരുന്നതാണ്, ഞാൻ തന്നെ റിപ്ലൈ തരും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഫീച്ചർ എന്താ വെച്ചാൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ വേറെ ഉണ്ടടാ. ഈ ഒരു ചാനലിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. കാരണം അത് 9ാം ക്ലാസ്സിലേക്ക് മാത്രമായിട്ടുള്ള ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ആർക്കെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കേടാ.